ഹായ് മക്കളെ. നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഒരുപാട് പ്രോഗ്രാംസിലെ ഇപ്പോൾ നമുക്ക് കലോത്സവം, സ്പോർട്സ് പോലുള്ള ഒരുപാട് പ്രോഗ്രാംസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇനി നമുക്ക് നെക്സ്റ്റ് വരാനുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. ഈ വരുന്ന ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒക്ടോബർ മന്തിലാണ് നിൽക്കുന്നത്. ഇനി നവംബർ ഒരു മന്ത് കൂടി മാത്രമേ നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിലേക്ക് ബാക്കി വരുന്നുള്ളൂ. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, അല്ലെങ്കിൽ നമുക്ക് ഓണം എക്സാം നടത്തിയ പാറ്റേണിലല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും വരുന്നുണ്ടാവുക. സോ നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കൊമേഴ്സ് ഫീൽഡിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. സോ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്രിസ്മസ് എക്സാമിലേക്ക് നമുക്ക് ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അതിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, എത്ര പോർഷൻസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ഈ ഒരു ക്രിസ്മസ് എക്സാം നമുക്ക് നമ്മുടെ ഒരു ഹാഫ് ഇയർലി എക്സാം പോലെ തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ളതിൽ ഓൾമോസ്റ്റ് 70 to 80% ചാപ്റ്റേഴ്സും ഈ ഒരു എക്സാമിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന പോർഷൻസ് ഏതാണോ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ഏതാണോ, ആ ഏരിയയിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രോബ്ലം ഏരിയാസ് വരുന്നുണ്ടാവാം, തിയറി ഏരിയാസ് വരുന്നുണ്ടാവാം, ആൻഡ് രണ്ടും കൂടി കമ്പൈൻ ആയിട്ടുള്ളതും വരുന്നുണ്ടാവാം. എന്നാൽ ഇതിൽ പ്രോബ്ലം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് തിയറി ഫോക്കസ് ചെയ്യേണ്ട എന്നുള്ളതല്ല, തിയറി ഏരിയാസും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. പ്രോബ്ലം റിലേറ്റഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമ്മുടെ ചീറ്റ ബാച്ചിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഓൺഗോയിങ് ആണ്. എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ പോർഷൻസും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസൊക്കെ കണ്ട് മാക്സിമം നിങ്ങൾ പഠിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഏരിയാസ് ആണെങ്കിലും ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ ഈ ഒരു ചാനലിലും നമ്മുടെ വീഡിയോസുമായിട്ട് നമുക്ക് അപ്ലോഡഡ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്.